ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാള് ഭയങ്കര കഴിവുള്ള നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഭയങ്കര കഴിവുള്ള ഒരു ആക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ അടി കപ്പ്യാരി കൂട്ടമണി, പിന്നെ കുഞ്ഞിരാമായണം, എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. ഈ 2-3 സിനിമകളിലൊക്കെ ഭയങ്കര എനർജി ലെവലായിരുന്നു. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ആ 2 സിനിമയിൽ ഭയങ്കര എനർജി ലെവൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന സിനിമകളിലൊക്കെ ഭയങ്കരമായിട്ടും ലോ ഇതായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്ന ഒരു സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് കൊള്ളൂല എന്നല്ല പറഞ്ഞ, പക്ഷേ അങ്ങനെയല്ല, അത് എനർജി ലെവല് ഭയങ്കര ലോ ആയിരുന്നു സത്യത്തില്. അതായത് നല്ലൊരു ഡയറക്ടർ കിട്ടാത്തത് കൊണ്ടാണോ അതോ ലേസി ആയിട്ട് സിനിമയെ കാണുന്നത് കൊണ്ടാണോ അങ്ങനെ വന്നത്? എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ല ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. സക്സസ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്തിട്ടെല്ലാം പ്രഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതല്ലല്ലോ ഒരു സിനിമ, ഇതൊരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ടൊരു സിനിമ ഉണ്ടാവും. നല്ല കഥകൾ നമ്മളിലേക്ക് വരണം, നമ്മളെ വെച്ച് കഥകൾ ആലോചിക്കണം, എന്നാലും മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. ഈ ഡയറക്ടേഴ്സ് നമ്മളോട് ഡിമാൻഡ് ചെയ്യൊന്നുമില്ല. ചിലവർ ഇത് മതി എന്ന് പറയും, ചിലവർ ഇതൊന്നുകൂടെ എന്നും പറയും. അപ്പം നമ്മൾ എന്തും ചെയ്യാൻ റെഡിയാണ് ആസ് ആക്ടേഴ്സ്. പക്ഷെ ഇതൊക്കെ ഡയറക്ടേഴ്സിൻ്റെ കൺട്രോളിലാണ്. അപ്പം ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, ഐ ആം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ.